ഹലോ കൂട്ടുകാരെ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു രസം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചാണ് വേണ്ടത്. അപ്പം ചതച്ചെടുക്കുമ്പോൾ രസത്തിൽ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് അതെല്ലാം ചതച്ച് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടിയിലാണ് നമ്മൾ രസം തയ്യാറാക്കുന്നത്. അപ്പം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകും കൂടെ ഇടയിൽ കൊടുക്കുക. അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു ചെറിയൊരു മൂപ്പാകുമ്പോൾ നമുക്കതിൽ തക്കാളി ഇട കൊടുക്കുക. തക്കാളി ഇടിയത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുരുമുളക് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കലാണ് മെയിൻ. അപ്പം നമുക്ക് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടുക നമ്മളെ തീൻ്റെ. അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. പിന്നെ നമുക്ക് ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കായം ഞാൻ പൊടിയല്ല കട്ടയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കട്ടയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ വിതറി കൊടുക്കാം. അപ്പം ഇതും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മളുടെ ഈ രസത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. അപ്പം നമുക്ക് അവസാനം കുറച്ച് പച്ചമുളക് കൂടെ അതിൻ്റെ മുകളിലേക്ക് താളിച്ചിടാം. അപ്പം നമ്മളുടെ ടേസ്റ്റി രസം ഇവിടെ തയ്യാറാണ്. എത്രയോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ടേസ്റ്റും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക.